അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിന മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. പ്രിയപ്പെട്ട എല്ലാ മക്കൾക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 3 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ട്, അതിലെ 3-ാമത്തെ പാഠമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതിനു മുമ്പ് തന്നെ നമ്മൾ ക്ലാസ് 3 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്, അതുപോലെ തന്നെ ഫിഖ്ഹുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്, തജ്വീദുൽ ഖുർആൻ ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്, അതിലെ എല്ലാ പാഠങ്ങളുടെയും തദ്രീബാത്ത് വർക്കുകൾ എൻ്റെ മോനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോകൾ വേണമെങ്കിൽ മുന്ന ഷാഹിൽ EDU എന്ന ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ കിട്ടുന്നതാണ്. വീണ്ടും നമ്മൾ ഈ പാഠങ്ങളൊക്കെ എടുക്കുന്നത്, കുറച്ച് പാഠങ്ങളൊക്കെ അപ്ഡേറ്റഡ് ആയിട്ട് ഈ വർഷം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഈ പാഠങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പം നമുക്ക് ആ പാഠം ഒന്ന് നോക്കാം. അദ്ദറസു സാലിസ്, 3-ാമത്തെ പാഠം, മുജീബു ദഅവാത്ത്. അപ്പം ഈ പാഠത്തിൽ നമ്മളൊരു ബെയ്ത്താണ് പഠിക്കുന്നത്. ആ ബെയ്ത്ത് ഒന്ന് നമുക്ക് വായിച്ചു നോക്കാം. നോക്കൂ. യാ ഇലാഹി യാ ഇലാഹി യാ സമീ അദ്ദഅവാത്ത് ആതിനി ഇൽമം വ ഫഹ്മൻ വഫിക്കൻ ലി സ്വാലിഹാത്ത് ഔതിനി അദബം വ ഹിൽമൻ വഗ്ഫിറൻ ലി സയ്യിആതി ആതിനി റുഷ്ദം വ കറമൻ യാ മുജീബദ് ദഅവാത്ത് ഇഹ്ഫളന്നി വ ബിലാദി മിൻ ഹുജൂമിൽ മുഹ്ലികാത്ത് വർഹമിൽ ഉസ്താദ സുമ്മൽ വാലിദൈനി ബിൽ ഹിബാദ് അൻകിവന്നി മിൻ ജഹന്നം വൽ ബലായൽ ഖാലിദാത്ത് അദ്ഖിലന്നി ഫിൽ ജിനാനി വൻ നഈമിൽ ബാഖിയാത്ത്. അപ്പോൾ ഈ ബൈത്തും അതിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളും നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ 1-ാമത്തെ പ്രവർത്തനം നഖ്റഉ വ നഫ്ഹം. ഈ ബൈത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളും അതിന്റെ അർത്ഥങ്ങളുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കത് വായിച്ച് മനസ്സിലാക്കാം. ഇലാഹുൻ, അർത്ഥം ആരാധ്യൻ. ഇലാഹി, എൻ്റെ ആരാധ്യൻ. സമീഉൻ, എല്ലാം കേൾക്കുന്നവൻ. ദഅവത്തുൻ, പ്രാർത്ഥന. ആതിനി, എനിക്ക് നൽകണമേ. ഇൽമ്, അറിവ്. ഫഹ്മൻ, ഗ്രാഹ്യശേഷി. വഫക്ക, അല്ലാഹു നന്മയിലേക്ക് വഴി നടത്തി. സ്വാലിഹത്തുൻ, നല്ല കാര്യം. അഅ്താ, നൽകി. അദബുൻ, മര്യാദ. ഹിൽമുൻ, സഹനം. ഗഫറ, പൊറുത്തു. സയ്യിഅത്തുൻ, ചീത്ത കാര്യം. റുഷ്ദുൻ, സന്മാർഗം. കറമുൻ, മാന്യത. മുജീബുൻ, ഉത്തരം നൽകുന്നവൻ. അൻകദ, രക്ഷിച്ചു. ജഹന്നം, നരകം. ബലിയത്തുൻ, വിപത്ത്. ഖാലിദത്തുൻ, ശാശ്വതമായ. ജന്നത്തുൻ, സ്വർഗം. നഈമുൻ, സുഖം. ബാഖിയത്തുൻ, നിലനിൽക്കുന്ന. ഹഫിള, കാത്തു. ബിലാദുൻ, നാടുകൾ. ഹുജൂമുൻ, ആക്രമണം. മുഹ്ലിക്കത്തുൻ, അപകടങ്ങൾ. റഹിമ, കരുണ ചെയ്തു. ഹിബത്തുൻ, ഔദാര്യം. ഇനി നോക്കൂ തദ്രീബാത്തിലെ 2-ാമത്തെ പ്രവർത്തനം. നക്തുബ് കമാഫിൽ മിസാൽ, ഉദാഹരണത്തിൽ കൊടുത്തതുപോലെ എഴുതുക. ഇവിടെ എന്താണ് ഉദാഹരണത്തിൽ കൊടുത്തിരിക്കുന്നത്? 1 ആത്തി, അതിന്റെ അർത്ഥം നൽകൂ. അതിന്റെ നേരെ നമുക്ക് കാണാം ആത്തിനി, അർത്ഥം എന്താണ്? എനിക്ക് നൽകൂ. അപ്പൊ അതുപോലെ ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ നമ്മൾ എടുത്തെഴുതണം. നോക്കൂ. ഔത്തി, അർത്ഥം നൽകൂ. അപ്പൊ നമ്മൾ എന്താ എഴുതേണ്ടത്? ഔത്തിനി, എനിക്ക് നൽകൂ. അടുത്തത് അദ്ഖിൽ, പ്രവേശിപ്പിക്കൂ. അപ്പൊ നമ്മൾ എഴുതേണ്ടത് അദ്ഖിൽനി, എന്നെ പ്രവേശിപ്പിക്കൂ. ഇഹ്ഫൽ, കാക്കുക. ഇഹ്ഫലിനി, എന്നെ കാക്കൂ. അൻകിദ്, രക്ഷിക്കൂ. അൻകിദിനി, എന്നെ രക്ഷിക്കൂ. അപ്പൊ നിങ്ങൾ അവിടെ തെറ്റാതെ പതുക്കെ അവിടെ എഴുതി കൊടുക്കുക. ഇനി നോക്കൂ നക്തുബു കമാഫിൽ മിസാൽ, അതിലെ 2-ാമത്തത്. യാ ഇലാഹി, അതിന്റെ നേരെ എഴുതിയിരിക്കുന്നത് കാണാം അല്ലാഹുവേ. ഇനി നമുക്ക് താഴെ കാണാം അബുൻ, ഉപ്പ. അപ്പൊ നമ്മൾ യാ ഇലാഹി അത് എഴുതിയത് പോലെ നമ്മൾ എഴുതണം. അപ്പൊ നമുക്ക് എന്തെഴുതാം? യാ അബി, എൻ്റെ ഉപ്പ. യാ ഉമ്മി, എൻ്റെ ഉമ്മ. യാ അഹി, എൻ്റെ സഹോദര. അപ്പൊ ഇതുപോലെ നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക. നക്തുബു കമാഫിൽ മിസാൽ, അതിലെ 3-ാമത്തത് നോക്കൂ. ജന്നത്തുൻ, അതിന്റെ ജമ്, അതായത് ബഹുവചനം. ജിനാൻ. അപ്പൊ അടുത്തത് അതുപോലെ നമ്മൾ ബഹുവചനങ്ങൾ കണ്ടെത്തിയിട്ട് എഴുതാനുള്ളതാണ്. നോക്കൂ.
മുഹ്ലിക്കത്തുൻ അതിൻ്റെ ബഹുവചനം എന്താണ്? മുഹ്ലിക്കാത്ത്. ദഅവത്തുൻ അതിൻ്റെ ബഹുവചനം ദഅവാത്ത്. ഖാലിദത്തുൻ ജംഉ ഖാലിദാത്ത്. ഹിബത്തുൻ ജംഉ ഹിബാത്ത്. സ്വാലിഹത്തുൻ ജംഉ സ്വാലിഹാത്ത്. സയ്യിഅത്തുൻ ജംഉ സയ്യിആത്ത്. ബലിയത്തുൻ ജംഉ ബലായ. ഇതോട് കൂടിയിട്ട് ഈ പാഠം കഴിഞ്ഞു. നിങ്ങൾ ഈ പാഠത്തിൽ പറഞ്ഞിരിക്കുന്നതും അതുപോലെ തന്നെ പാഠത്തിൽ പറഞ്ഞിരിക്കുന്ന തദ്രീബാത്ത് വർക്കുകളൊക്കെ തെറ്റാതെ പതുക്കെ നോക്കി എഴുതുക. ഇൻഷാ അല്ലാ അടുത്തൊരു സബ്ജക്റ്റുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.